ഇപ്പോൾ കൊലക്കേസ് പ്രതിയുടെ ജയിൽവാസം സർവീസായി പരിഗണിക്കാൻ നടത്തിയ നീക്കത്തിൽ ശിശുക്ഷേമ സമിതിയിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഈ വാർത്ത റിപ്പോർട്ടറാണ് നേരത്തെ ബ്രേക്ക് ചെയ്തിരുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ തടയുകയാണ്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഇപ്പോൾ ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമമാണ് യുവമോർച്ച നടത്തുന്നത്. ശിശുക്ഷേമ സമിതിയിൽ ഒരു കൊലക്കേസ് പ്രതി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. കൊലക്കേസ് പ്രതിയുടെ ജയിൽവാസം സർവീസ് കാലമായി പരിഗണിക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തിയ സാഹചര്യം കൂടിയുണ്ട്. വിഷയം റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കൊലപാതകത്തിലാണ് ഈ അജികുമാർ പ്രതിയായിരുന്നത്. ജയിൽശിക്ഷ അനുഭവിച്ച ശേഷമാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തിയത്. അർച്ചന രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അർച്ചന, യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിയായിരുന്ന ആളാണ് ശിശുക്ഷേമ സമിതിയിൽ ജോലിക്ക് കയറിയത്. മാത്രമല്ല, ഇയാളുടെ ജയിൽ കാലം സർവീസ് കാലമായി പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരുന്നു. നമ്മളുടെ കത്ത് പാർട്ടിക്ക് നൽകുകയും ചെയ്തു. ഈ വാർത്താ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? പ്രവർത്തകർ അകത്തേക്ക് ചാടിയിരിക്കുന്നു.
അർച്ചന, യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ പ്രതിഷേധം തുടരുന്നു. റിപ്പോർട്ട് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അജുകുമാറിൻ്റെ ജയിൽ കാലം സർവീസ് കാലമായി അംഗീകരിക്കണമെന്ന ആവശ്യം പാർട്ടിയിലേക്ക് പോയപ്പോൾ ആ വിവരമാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ യുവമോർച്ചയുടെ ആരൊക്കെയാണ് പ്രതിഷേധത്തിലുള്ളത്? അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ പുറകിലുള്ള ശിശുക്ഷേമ സമിതി ആസ്ഥാനത്ത് നടക്കുന്നത്. 2008 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഈ അജു എന്ന് പറയുന്ന വഞ്ചിയൂർ സ്വദേശി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. യുവമോർച്ചയുടെ ഒരുപാട് പ്രവർത്തകർ നമുക്ക് ഈ ദൃശ്യങ്ങളിലായി കാണാം. ഏകദേശം 10-15 മിനിറ്റോളമായി ഈ പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോഴും പ്രതിഷേധത്തിൻ്റെ കനൽ തീരുന്നില്ല. പ്രതിഷേധത്തിൻ്റെ കനൽ ഇപ്പോഴും തീരാത്തൊരവസ്ഥയാണ്. ഏകദേശം 10-20-25ഓളം പ്രവർത്തകർ നമുക്ക് ഈ ദൃശ്യങ്ങളായി കാണാം. ജലപീരങ്കി അടിച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസുകാർ ഇവർക്കെതിരെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ നിൽക്കുന്നതും. നമുക്കറിയാം, കൊലക്കേസ് പ്രതിയുടെ ജയിൽവാസം സർവീസായി പരിഗണിക്കാൻ നീക്കം എന്ന ഒരു വിഷയത്തെ സാഹചര്യത്തെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചതും. സ്മൃതി, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.